ആസിഫ് മര്യാദ സംസാരിക്കണോട്ടെ നീ. കാര്യം ശരി, നീ സുഹൃത്തുക്കൾക്ക് ആയിരിക്കാം ഒരു ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത്. എടാ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. കാര്യത്തിന് പറഞ്ഞേ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാക്കലല്ല. എന്താണിത്? ഒരു കാര്യം എന്താണ്ടിത്? രണ്ടെണ്ണം കൂടെ കിടന്ന് കുടിച്ചു പട്ടികളമായി റോട്ടിൽ കിടന്ന് തല്ലുപിടിക്കുന്നു. എന്താണ് കാര്യം? ഒന്നുമില്ല അംസക്ക. അതെന്താ ഒന്നുമില്ലാത്തത്? അപ്പൊ ഞാൻ ഈ കണ്ടതൊക്കെ നാടകമായിരുന്ന പറയടാ. അതിന് കാര്യ ഇവനോട് പറയാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പ് എന്നെ മെക്കിട്ട് ചാടിക്കേറല്ലേ? ആവശ്യമില്ലാത്ത കളത്തിൽ പറഞ്ഞാക്കലല്ല വലിയ കാര്യം. ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ ഈസ, നീ ഒന്ന് അടങ്ങ്. എന്താണ് കാര്യം വെച്ചാ പറ. പറയടാ, എന്താണെന്ന് വെച്ചാ പറ, എന്നാലല്ലേ അത് അറിയുള്ളൂ. എന്റെ പൊന്നുകാരിക്ക, ഇവന്റെ മോനെ കാണാൻ പറ്റാത്ത പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ കൂടെയുള്ള പിള്ളേരുണ്ടല്ലോ, വളരെ മോശം പിള്ളേരാണ്. അതിലും ചെന്ന് പെടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്തെങ്കിലും കുടുക്കിൽ വന്ന് പെട്ട് കഴിഞ്ഞത് പെട്ടതല്ലേ, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അല്ലാതെ ഞാനത് ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. അത് ശരി, ഇത് പറഞ്ഞതിനാണാ നീ അവനെ തല്ലാൻ പിടിച്ചത്? ഇവൻ പറഞ്ഞ പോലെ ഒന്നുമല്ല എന്റെ മോനെ. എനിക്കറിയൂടെ, അവൻ തെറ്റൊന്നും ചെയ്യൂല. അവൻ തെറ്റ് ചെയ്തെന്നല്ല, അതിലേക്കൊന്ന് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. എടാ ഈസ, ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മ എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരും പരസ്പരം അറിയുന്നവരും അല്ലേ. ആ ഒരു ബന്ധം വെച്ച് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാണ്ട് അപ്പോഴല്ലേ നമ്മ ആത്മാർത്ഥ സുഹൃത്തുക്കളാവുള്ളൂ. ഞാനേ ഇവന്റെ മോനെയും നമ്മളെ മക്കളെയൊക്കെ എന്റെ മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളെ മക്കൾക്ക് കൊല്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ അംസക്ക? അതാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞ അർത്ഥത്തിലല്ല അവൻ എടുത്തത്. അതെനിക്ക് സങ്കടവും ദേഷ്യവും വന്നത്. ഈസ, നിനക്ക് നിന്റെ മോനെ വിശ്വാസമായിരിക്കും, അത് നല്ലത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണ പോലെയും വിചാരിക്കണ പോലെയല്ലേ നടക്കുന്നത്. തട്ട് കിട്ടുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് കാലം. എടാ, മോന്റെ കാര്യത്തിൽ നീ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. അവനതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. അതിന് നീ അവനായി ചിത്രമില്ല തല്ലു പിടിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ജോലി തിരക്ക് കാരണം എപ്പോഴും നിനക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ല കാതർക്ക, അവനെ തന്നെ പറഞ്ഞപ്പോഴേ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ അങ്ങനെയാണ് അവനെ വളർത്തുന്നത്. അവനെ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. എടാ, മക്കളെ സ്നേഹിച്ചും ലാളിച്ചും അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് മാത്രം വളർത്തിയാൽ പോരാ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നുകൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാലേ ഒരു യഥാർത്ഥ രക്ഷിതാവാകും.